അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സഹാബിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകുന്ന പല ഉപദേശങ്ങളും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നസീഹത്ത് അലി ഇബ്നു അബീ ത്വാലിബിൻ ലി കുമൈൽ ഇബ്നു സിയാദ്. കുമൈൽ ഇബ്നു സിയാദ് എന്ന് പറയുന്ന താബിഈക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു നൽകുന്ന ഉപദേശങ്ങളിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു ഉപദേശമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, അന്നാസു സലാസത്തുൻ. മനുഷ്യർ എന്ന് പറഞ്ഞാൽ 3 വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന് ഫആലിമുൻ റബ്ബാനിയുൻ. ഒന്നാമത്തത് ആലിമാണ്, ആലിമുൻ റബ്ബാനിയുൻ. മനുഷ്യർക്ക് ചെറിയ അറിവ് മുതൽ വലിയ അറിവ് വരെ പടിപടിയായി പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന നല്ല ഒരു ആലിമ്, നല്ലൊരു പണ്ഡിതൻ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ മുത്തഅല്ലിമുൻ അലാ സബീലിൻ നജാത്ത്. വിജയമാർഗത്തിലേക്ക് പ്രവേശിച്ച പഠിതാവ്, അഥവാ മുത്തഅല്ലിം എന്ന് പറഞ്ഞ പഠിതാവ് എന്നാണ് അർത്ഥം. വിജയമാർഗത്തിലേക്ക് പ്രവേശിച്ച പഠിതാവ്, അതായത് ദീനീപരമായിക്കൊണ്ടുള്ള വിജ്ഞാനം നേടാൻ വേണ്ടി പുറപ്പെട്ട ഒരു പഠിതാവ്. മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് വഹമജുൻ റആഉൻ അത്ബാഅ കുല്ല നാഅഖിൻ. എല്ലാ ശബ്ദങ്ങളുടെയും എല്ലാ ഒച്ചയുടെയും പിന്നാലെ പോകുന്ന വളരെ നിസ്സാരനായ പ്രാണിയെ പോലെയുള്ള വിഡ്ഢികളായ ആളുകൾ. ഇതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. അവർ മറ്റൊരു പ്രത്യേകത, യമീലുന മഅ കുല്ലി റീഹിൻ. എല്ലാ കാറ്റിനോടൊപ്പവും അവർ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കും. 3 വിഭാഗം ആളുകളെയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലോകത്തുള്ള മനുഷ്യരിൽ ഇവർ മാത്രമാണ് ജനങ്ങളിലുള്ളത് എന്ന് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് ആലിമുൻ റബ്ബാനിയുൻ. ഇത് ലോകത്ത് ആവശ്യമാണ്. അതായത് ജനങ്ങളെ ചെറുതു മുതൽ വലുത് വരെയുള്ള ഇൽമുകൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന നല്ല ഒരു പണ്ഡിതൻ. ദീന് സങ്കീർണമാക്കുന്നവരല്ല, മറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് വളരെ ഗൗരവതരമായ കാര്യങ്ങൾ അതുവരെ പഠിപ്പിച്ച് ദീനിൻ്റെ മുഴുവനും പാഠങ്ങൾ പഠിപ്പിക്കുന്ന നല്ല ഒരു പണ്ഡിതൻ ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ വിഭാഗം മുത്തഅല്ലിമുൻ അലാ സബീലിൻ നജാത്ത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ മനസ്സ് കാണിക്കുന്ന മുത്തഅല്ലിം ഉണ്ടായിരിക്കണം. ആലിമും മുത്തഅല്ലിമും ഇല്ലാത്ത ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷിച്ച ഒരു ലോകമാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യം അതാണ്. ഇന്ന് നേതാവുണ്ട്, അനുയായിയുണ്ട്, അതുപോലെ തന്നെ തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്, അനുകരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ പഠിപ്പിക്കാൻ, ദീന് പഠിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു അധ്യാപകൻ, ഒരു ആലിം ഇല്ലാത്ത അവസ്ഥ. പലരുമുണ്ട്, നേതാക്കന്മാരുണ്ട്, പലതും നേടുന്നതിന് വേണ്ടി നടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർത്ഥവത്താക്കിക്കൊണ്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരെയാണ് ബഹുഭൂരിപക്ഷം. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ബഹുഭൂരിപക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് അനുയായികളുമുണ്ട്, പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ കൂടുന്ന അനുയായികളുമുണ്ട്. പക്ഷേ ആലിമും മുത്തഅല്ലിമും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ മൂന്നാമത്തെ വിഭാഗം ആളുകളിലാണ് അവർ പെട്ടുപോകുന്നത്. അവരാരാണ്? വഹമജുൻ റആ. വളരെ നിസ്സാരരായ, ഒന്നും പഠിക്കാത്ത, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത, ദീനറിയാത്ത വിഡ്ഢികളായ ആളുകളെയാണ് നമുക്ക് സമൂഹത്തിൽ ഇന്ന് ധാരാളം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത്ബാഅ കുല്ല നാഅഖിൻ. എന്ത് ശബ്ദമുണ്ടോ അങ്ങോട്ട് പോകും. അത് അയാളുടെ നല്ല പ്രസംഗമാണ്, നല്ല ഈണമാണ്, നല്ല താളമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്തും കേൾക്കുന്ന, അവരെ അനുകരിക്കുന്ന, അവരുടെ ഫാൻസ് ആയിക്കൊണ്ട് മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൽമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അയാൾ എന്തു പറയുന്നോ അതാണ് നമുക്ക് ദീൻ. അയാൾ എന്ത് തിരുത്തി പറയുന്നു അന്ന് നമുക്ക് അതായി മാറും ദീന്. കാരണം നമുക്ക് ഒരടിസ്ഥാനപരമായിക്കൊണ്ടുള്ള അറിവുമില്ല, നിലപാടുകളുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും. യമീലൂന മഅ കുല്ലി റീഹിൻ. എന്ത് കാറ്റടിച്ചാലും അങ്ങോട്ടും ചായും ഇങ്ങോട്ടും ചായുന്ന അവസ്ഥ. നമ്മൾ ആലോചിക്കേണ്ടത് ഈ 3 വിഭാഗത്തിൽ ഏതിലാണ് നമ്മൾ പെടുന്നത് എന്നുള്ളതാണ്. നമുക്കൊരിക്കലും ചിലപ്പോൾ ആലിമാകാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മുത്തഅല്ലിമാകാൻ, ഒരു പഠിതാവാകാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയുള്ള പല ക്ലാസ്സുകളും നമ്മളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പലരും വരാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന ആളുകളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണം. ആലിമും മുത്തഅല്ലിമുമാണ് ഈ ലോകത്ത് വേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മൽഊനത്തുൻ മൽഊനു മാ ഫീഹാ. ഈ ദുനിയാവ് മുഴുവനും ശപിക്കപ്പെട്ടതാണ്. വളരെ നിസ്സാരമായ ഒരു ദുനിയാവാണിത്. ഇവിടെ ഒന്നും നമ്മൾ വലുതായി എടുത്ത് പറയേണ്ടതില്ല. ഇല്ലാ ആലിമുൻ ഔ മുത്തഅല്ലിമുൻ.
ഏതാണ് ഇവിടെ വിലയുള്ള കാര്യങ്ങൾ? ഒന്ന്, പണ്ഡിതനും നല്ല പണ്ഡിതനും അതുപോലെ തന്നെ പഠിതാവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് നല്ലൊരു പഠിതാവാകാൻ നമുക്ക് സാധിക്കണം. അതല്ല എങ്കിൽ ഹമജുൻ റആ എന്ന് പറഞ്ഞ വിഡ്ഢികളായ ആളുകളിൽ നമ്മൾ പെട്ടുപോകും. നമുക്കൊരു നിലപാടുണ്ടാവുകയില്ല. ആരെങ്ങോട്ട് വിളിച്ചാലും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മൾ വഴികേടിലേക്ക് പോകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കുന്ന ആളുകളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണം. ദീൻ പഠിക്കാനും ദീനിൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരാനും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. വർദ്ധിപ്പിച്ചു തരാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ. നീ പറയുക, റബ്ബി സിദ്നി ഇൽമ, റബ്ബെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. സഹോദരന്മാരെ, അറിവ് വർദ്ധിപ്പിക്കാനുള്ള മേഖലയിൽ പ്രവേശിക്കാൻ അത് നജാത്തിൻ്റെ മാർഗമാണ്, വിജയത്തിൻ്റെ മാർഗമാണ്. അതിലേക്ക് പ്രവേശിച്ചുകൊണ്ടൊരു മുത്തഅല്ലിമാകാനെങ്കിലും നമുക്ക് സാധിക്കണം. ദീൻ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും എങ്ങോട്ടും ചായാതെ ചരിയാതെ വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ മുന്നോട്ട് പോവുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.